ചെമ്പട്ടുടുത്തു കെട്ടി ചിത്രച്ചിലമ്പണിഞ്ഞു ചന്തമോടെന്നുടയ ചാരവേ വന്നിടേണം ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയൂ ചന്ദ്രസമാനമുഖേ പതിയെ നീയുറഞ്ഞാടി പൊരിന്റെ ഭാവമാർന്നു പള്ളി വാൾക്കരത്തിലും പൂമാല കഴുത്തിലു പട്ടുഞാറിഞ്ഞൊടുത്തു പാട്ടുപുരയിൽ വാഴും പാർവണവദനേ നീ പാരിടത്തിൻ്റെ മൂർത്തി. ഞാൻ 1962 ജനിച്ചത്. ജനിച്ച ദിവസം ഇവിടെ വലിയ പ്രളയമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ജനനമായിരുന്നു. ആരും അങ്ങനെ ഇന്ന സമയത്ത് ഒരു 10 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് എപ്പോഴാണ് എന്താണെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല. ഏട്ടൻ ഉണ്ടായിട്ടൊരു 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. അതൊരു ഇന്നോ അല്ലെങ്കിൽ നാളെയോ അങ്ങനെയുള്ള പ്രതീക്ഷയിലല്ല, ഒരു പെട്ടെന്ന് പ്രസവിച്ചു, അങ്ങനെ ഉണ്ടായത്. അന്ന് എൻ്റെ അച്ഛൻ കൂളിക്കര ഒരു മനയിൽ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തോ ആവശ്യത്തിന് പോയിക്കായിരുന്നു. ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഒരു വലിയ മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി മരിച്ചിട്ട് അങ്ങനെ ദീക്ഷയുടെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഓരോ മാസം തോന്നുന്ന ഒരു പ്രത്യേക ചടങ്ങുകളുണ്ട്. അപ്പോൾ അത് അന്ന് ഈ പിറ്റേ ദിവസം ചടങ്ങ് നടക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ പ്രസവിച്ച കാരണം ഈ വാലാമ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മുടങ്ങി. അപ്പോൾ ഒരു പ്രളയത്തിൻ്റെ നടുക്കാണ് ഞാൻ ജനനം. പിന്നെ അന്നുപോലെ ഈ പെരുമഴ, തോരാത്ത മഴകളാണ്. എന്താ തിരിമുറിയാതെ വീണ തിരുവാതിര, ഞാറ്റുവേല അതൊക്കെ പറയാം. അങ്ങനെ ആ മഴക്കാലം ഒരു വറുതിയാണ്. എല്ലാവരുടെയും ആരുടെ കയ്യിലും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കൃഷിക്കാരൊക്കെ കുറേ വേനൽക്കാലത്ത് പണിതുണ്ടാക്കിയ നെല്ലും ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. ഒരു പറത്തിൻ്റെ മുകളിലൊക്കെ സൂക്ഷിക്കാന്ന് പറയാം. പക്ഷെ അവിടെയൊക്കെ വെള്ളം കയറി വരും. അവിടുന്ന് വെള്ളത്തിൽ നിന്നെടുത്ത് അത് സുരക്ഷയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പാലേലി മന ഈ എടനാട് ഗ്രാമത്തിൽ ഇപ്പം അവശേഷിക്കുന്ന ആകെ ഒരു മനയുണ്ട്. പണ്ട് 36 ഇല്ലങ്ങളുണ്ടായിരുന്നു അത്രേ. അതിൻ്റെ അവശേഷിപ്പുകളായിട്ട് കുറേ വീടുകൾ, 4 കെട്ടുകളൊക്കെ ആയിട്ട് അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഈ മൂഞ്ഞേലി എന്ന് പറഞ്ഞ തറവാട് ജോർജ്, അയാൾ ഞാൻ ഒന്നിച്ച് പഠിച്ചിരുന്നു. ജോർജിൻ്റെ വീട് ഒരു ചെറിയ 4 കെട്ടും ഇതൊക്കെ ആയിട്ടുള്ള സാധനമായിരുന്നു. ഇടയ്ക്ക് പോയി കണ്ടിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ക്ലാർക്കിൻ്റെ വീട്, അത് ശരിക്കൊരു മനയുടെ ലുക്ക് തന്നെയായിരുന്നു. പിന്നെ ചെറിയ മാസ്റ്ററുടെ വീട്, അതിപ്പോഴും 4 കെട്ടിൻ്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ച് വീടുകൾ 4 കെട്ടായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ട് ഇല്ലങ്ങളായിരുന്നു. അത് നഷ്ടപ്പെട്ടത് ഭഗവതിയുടെ ഒരു കോപം കൊണ്ട് നശിച്ചതെന്ന് പറയപ്പെടുന്നു. അവിടുത്തെ ഒരു ഭഗവതിയുടെ ഒരു വിഗ്രഹങ്ങൾ ദേവ ചൈതന്യം, ഒരു മനുഷ്യൻ്റെ ചൈതന്യം തന്നെ, അല്ലെങ്കിൽ ഒരായുസ്, ഒരു മനുഷ്യ ശരീരം പോലെയാണ് അത്. ദൈവത്തിൻ്റെ കലശമാക്കി ആടിയിട്ട് അതിൻ്റെ ആ ചൈതന്യം കൊടുക്കുക. അതിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കാലപ്പഴക്കം കൊണ്ടോ അതൊക്കെ വിഗ്രഹത്തിന് പൊട്ടലോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിഗ്രഹം മാറണം. ഇത് എന്തോ ഒരു ചെറിയൊരു വിരലറ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഇതിൻ്റെ പേരിൽ വിഗ്രഹം മാറിയിട്ട് പുതിയൊരു വിഗ്രഹം വയ്ക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങളൊരു ഇല്ലക്കാരാണ് അതിന്
എതിർപ്പായിട്ട് നിന്നിരുന്നത്. പക്ഷേ ബാക്കി എല്ലാ ജില്ലകളും 10-35 ജില്ലകളുണ്ടല്ലോ, അവരൊക്കെ ഒന്നിച്ച് ഒരു തീരുമാനം എടുത്തപ്പോൾ അതാണ് നടപ്പിലായി. ആ നടപ്പിലായതിന് ശേഷം പുതിയ വിഗ്രഹമൊക്കെ വെച്ചു. ക്രമേണ ആ ഇല്ലങ്ങളൊക്കെ ഇല്ലാണ്ടായതാണ്. അതിൻ്റെ പിന്നെ അവശേഷിച്ച് ഞങ്ങളായത് കാരണം ഈ പ്രദേശം മുഴുവൻ നമ്മുടെ ചുമതലയിലേക്കായി. ഈ ആധാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പാലയിലെ മനയിലെ എന്നുള്ള ഇതിലാണ് വരിക. അതിൻ്റെ രേഖകളും ഇതൊക്കെ ഈ പട്ടയം കിട്ടുമ്പോൾ അത് ഈ സ്ഥലം കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ആയിട്ടുള്ള ഇതിലേക്ക് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു ഒപ്പിൻ്റെ വിലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു ജന്മവിഗ്രഹമാണ് ഇപ്പോൾ ഈ പാലേരി മന. ഈ ഇല്ലം ഒരു 130 കൊല്ലവർഷം 1070 ഇപ്പോൾ കൊല്ലവർഷം 2000 നടപ്പിൽ. അപ്പോൾ 1070 ആണ് ഈ പുര പണിയൊക്കെ നടന്നേക്കണത്. ഏകദേശം ഈ അടുത്ത മാസത്തിലൊക്കെ ആവും അതിൻ്റെ ഇനാഗുറേഷൻ നടന്നത്. എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഒരു മുത്തശ്ശൻ്റെ അനിയനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചോറൂണ് നടന്നത് ഈ പുതിയ വീട്ടിലായിരുന്നു. ചോറൂണ് നടക്കുക എന്ന് പറഞ്ഞാൽ ജനിച്ചാട്ട് 6-ാമത്തെ മാസത്തിലാണ്, വൃശ്ചിക മാസത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ മാസത്തിൽ ചോറ് കൊടുത്തത് മിക്കവാറും മേടമാസത്തിലാവും. അപ്പോൾ ഈ മേടമാസത്തിലാണ് ഈ പുരയുടെ താമസമൊക്കെ ഉണ്ടായത്. അതിനു മുമ്പൊക്കെ ഈ പുര വയ്ക്കോലും അങ്ങനെയൊക്കെ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ. ഈ മരത്തിൻ്റെ സംഗതി ഈ രൂപത്തിലാക്കിയിട്ട് ഒരു 130 കൊല്ലം പഴക്കമായിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് 1974 ഇത് ഇളക്കി മേലുണ്ടായത്. അന്ന് ഒരു വലിയ ഉത്തരമൊക്കെ ഇവിടെ മാറേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അത് കുറേ അധികം ബുദ്ധിമുട്ടി. ഈ ഒറ്റ ഉത്തരം കിട്ടണ്ട, വലിയ സ്ഥലം തടി കിട്ടണം. അതിന് കാലടി ഈ പ്രദേശങ്ങളിലെ മില്ലുകളിലൊക്കെ പോയിട്ട് ആശാരിമാരൊക്കെ പോയിട്ട് നല്ല മരം നോക്കി നടന്ന് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ മേക്കാലടി എന്നിട്ടാണ് സംഗതി സംഘടിപ്പിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയാണത് 74 ഇളക്കി മേൽ എൻ്റെ ഓർമ്മയിലൊക്കെ ഉണ്ടാക്കണേ. ആദ്യത്തെ ഇളക്കി മേലും മിക്കവാറും അതൊക്കെ തന്നെയാവും. പിന്നെ നല്ല മരങ്ങളാവും, തേക്ക്, അതുപോലെ പ്ലാവ്, ഇതിൻ്റെ സാധനങ്ങളാണ് കഴുക്കോലും ഇതൊക്കെ. ഒറ്റ തടിയായിട്ടുള്ള തൂണൊക്കെ ഉണ്ട്, 2-3-4 തൂണുകളൊക്കെ, വലിയ തൂണുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കറ തീർന്ന സാധനങ്ങൾ, നല്ല കാതലായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മൾ പ്ലാവിൻ്റെയൊക്കെ കാതൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ളതാണ്. പണ്ട് അങ്ങനെയല്ല, ചോക്ലേറ്റ് നിറയും. അതുപോലെ ആഞ്ഞിലി എന്ന് പറഞ്ഞ മരമുണ്ട്. ആഞ്ഞിലി ഒരു 1000 കൊല്ലം ആനയുടെ കളറാവെന്ന് പറയാം. അങ്ങനെയൊക്കെയാണ് ആ മരത്തിൻ്റെത്. അപ്പോൾ ഇതേപോലുള്ള ഈ തടികളൊക്കെ വച്ച് പണിതിട്ട് 170-130 കൊല്ലമായി ഇത്. പിന്നെ 2008 ഒന്നും കൂടി ഇളക്കമേലുണ്ടായി. അത് എൻ്റെയൊക്കെ ഒരു ഉത്സാഹത്തിലായിരുന്നു. അതിനുശേഷം ഇതിപ്പോൾ 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 3/4 ഭാഗം പണി കഴിഞ്ഞു. അതിൻ്റെ ഒരു 1/4 ഭാഗം കൂടി ബാക്കിയുണ്ട്. ഒരു പട്ടികയൊക്കെ മാറ്റി, പട്ടികയൊക്കെ ദ്രവിക്കാൻ തുടങ്ങി. അത് മിക്കവാറും നല്ല തടിയൊന്നും ആവില്ല, ചിലപ്പോൾ ഒപ്പിച്ച് വെച്ചുള്ള പണിയിലൊക്കെ അത് പട്ടികയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞ വർഷക്കാലത്ത്. അപ്പോഴാണ് എന്നിട്ട് ടർപ്പായ ഷീറ്റൊക്കെ വെച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, ചോരാത്ത രീതിയിലാക്കി. എന്നിട്ട് ഈ വർഷം ഈ തടിയെടുത്ത് അറപ്പിച്ച് ഈ പട്ടികയൊക്കെ മാറ്റാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കഴുക്കോലൊന്നും അത്ര കേടില്ല, കേടൊക്കെ വന്നോണ്ട് ഇനിയൊരു ഘട്ടത്തിൽ ഒക്കെ കുറേ മാറിൻ്റെയൊക്കെ വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പട്ടികയ്ക്ക് പകരം ഈ ഇരുമ്പിൻ്റെ ട്യൂബ്, സ്ക്വയർ ട്യൂബ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് മേടിച്ചു, അത് പെയിൻ്റൊക്കെ ചെയ്തിട്ട് അതാണ് ഫിറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത് കാരണം ഇനിയത്തെ മാറ്റിൽ കുറേ കാലം, ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് മതിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിൽക്കണം. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഞങ്ങൾ ജന്മിമാരൊക്കെ ആണെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ, പൈസ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. കുറേ നെല്ലുണ്ടാവുക, ഈ പഴയ ഭാഷയിൽ പറയാറുണ്ട്, ആധാരത്തിലുണ്ട്, അത്താഴത്തിലുണ്ടാവില്ല എന്ന് പറയും. ആരൊക്കെ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ധാരാളം ആളുകൾ കർഷകരെയൊക്കെ പറഞ്ഞു തരും, കുട്ടികൾക്ക് കൊടുക്കാനില്ല, അങ്ങനെ ഒന്നും എല്ലാവർക്കും ആരെയും മടക്കി വെറും കൈയോടെ വിടില്ല. സ്ത്രീകളൊക്കെ അമ്മമാരുടെ അടുത്ത് വന്നിട്ട് പറയാം. അപ്പോൾ അവരൊക്കെ അരിയൊക്കെ എടുത്ത് കൊടുക്കും. അങ്ങനെ നല്ലൊരു മനസ്സുള്ള, അതൊക്കെ കണ്ട് വളർന്ന ആളാണ് നമ്മൾ. അത് കാരണം
ആ മനസ്സൊക്കെ ഇപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമുക്കുള്ളതുപോലെയൊക്കെ ചെയ്യും. ഇപ്പോൾ പഴയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും ഇല്ല. എന്നാലും കാലത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഈ പൊട്ടിയ സ്ലേറ്റിലാണ് കണക്ക് ചെയ്തിട്ട് അതുകൊണ്ട് മാഷെ കാണിച്ച മാഷും ഞങ്ങളുടെ പെരുമായ മാഷുണ്ട്, പുള്ളിയെ കളിയാക്കി. ഇവിടെ ആ തോപ്പിലെ ഒരു പട്ട വിറ്റാ കിട്ടിലൂടെ ഒരു 50 പൈസ ഒരു സ്ലേറ്റൊക്കെ മേടിക്കായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ അത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ധാരാളം. നല്ല വസ്ത്രങ്ങളില്ല. ഈ പറയാറില്ലേ, ആകെ ഒരു വസ്ത്രം കൊണ്ട് നടന്നിരുന്നു. അത് ആ കാലത്ത് ഏട്ടന്മാരൊക്കെ ഏട്ടന്മാർ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ നമ്പൂതിരിമാരുടെ വിദ്യാഭ്യാസം സ്കൂളിൽ പോയിരുന്നില്ല. ഞങ്ങൾ അച്ഛൻ്റെ തലമുറക്കാരൊന്നും ആയിട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ വലിയച്ഛൻ്റെ മകൻ അദ്ദേഹം ഞങ്ങളുടെ ഇത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഈ പൂണൂല് ഉപനയനം എന്ന് പറഞ്ഞ ചടങ്ങ്, അത് മന്ത്രങ്ങളൊക്കെ ചെല്ലാറായി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്താൽ ചെല്ലാം. അങ്ങനെ ചെല്ലാറാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഉപനയനം നടത്തുക. ഈ ഉപനയനം നടന്നതിന് ശേഷം പിന്നെ വേദ പഠനമുണ്ട്. ഋഗ്വേദം, സംസ്കൃത ശ്ലോകങ്ങളാണ്. അത് കാണാണ്ട് പഠിക്കണം. ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഒരു 10-40 മണിക്കൂറോളം തുടർച്ചയായിട്ട് ചെല്ലാന്നുള്ള സാധനമാണ് ഈ ഋഗ്വേദം. അത് ലോകത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയാണത്, ഋഗ്വേദം. ആ വേദം അത് കാണാണ്ട് പഠിക്കലാണ് ഈ കുട്ടിക്കാലത്ത്. ഒരു 10-16 വയസ്സ് വരെ അത് തന്നെ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ശീലാക്കും. അതിൻ്റെ ഒപ്പം അതിലും കുട്ടിയായിട്ട് കാലത്ത് കൂട്ടൽ കിഴിക്കലൊക്കെ ട്യൂഷൻ മാഷൊക്കെ ഉണ്ടാവും. അദ്ദേഹം വന്നിട്ടാണ് ചെയ്യുക. നിലത്തെഴുത്ത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിലെ ചിങ്ങം കഞ്ഞി തുല എന്നുള്ള മാസം എണ്ണാൻ പഠിക്കലും, ചിങ്ങം കഞ്ഞി തുല എന്നുള്ള, അതുപോലെ അശ്വതി ഭരണി കാർത്തിക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ മുത്തശ്ശിമാർ ഈ വൈകുന്നേരം സന്ധ്യ ജപത്തിൻ്റെ ഇടയിൽ ജപം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമഃശിവായ എന്നുള്ള മന്ത്രമൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുക. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മാസങ്ങളും ഇതൊക്കെ പക്കം അങ്ങനെയുള്ള ഇതൊക്കെ മുത്തശ്ശിമാരാണ് ചെല്ലിക്കുക. അതൊക്കെ ഞങ്ങൾ ചൊല്ലി പഠിക്കും. ഞങ്ങളൊക്കെ എപ്പോഴേക്കും സ്കൂളിലൊക്കെ പോയി തുടങ്ങി. പണ്ട് എൻ്റെ ഒരു ചേച്ചിയാണ് ഒരു 5-ാം ക്ലാസ് മുതലാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ടുള്ളൂ. അതിന് മുമ്പുള്ളവർ ആണുങ്ങളൊക്കെ പിന്നെ ഈ ഒരു 16 വയസ്സിന് ശേഷം ഈ ഋഗ്വേദ പഠനത്തിന് ശേഷം സമാവർത്തനം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ഈ സമാവർത്തനം എന്നുള്ള ചടങ്ങിന് ശേഷമാണ് സ്കൂളിലൊക്കെ പോയേക്കണത് അവർ. അപ്പോൾ ഒരു 16ാമത്തെ വയസ്സിൽ ഒരു 7-ാം ക്ലാസ്സിലെ പരീക്ഷ ഇരുന്നിട്ട് പിന്നെ ഹൈസ്കൂളിൽ തുടർന്ന് പഠിക്കണം. 8-ാം ക്ലാസ് മുതലൊക്കെ പഠിക്കണം. അങ്ങനെ ഇവിടെ അഗോർ സ്കൂളിലാണ് ഏട്ടന്മാരൊക്കെ പഠിച്ചിരുന്നത്. അതിനുശേഷം സ്കൂളിൽ പഠനം കഴിഞ്ഞിട്ട് പിന്നെ കാലടി കോളേജിലും അവർ പഠിച്ചു. പിന്നെ തൃശ്ശൂരും എറണാകുളത്തും ഒക്കെയാണ് അവരുടെ കോളേജ് പഠനമൊക്കെ ഉണ്ടായത്. എൻ്റെ പിന്നെ സ്കൂളിൽ റെഗുലറായിട്ട് 1-ാം ക്ലാസ് മുതലേ പോയി തുടങ്ങി. ഡേഡാർട്ട് സ്കൂളിലും അഗൂർ സ്കൂളിലൊക്കെ ആയിട്ടായിരുന്നു. 10-ാം ക്ലാസ്സിന് ശേഷം പിന്നെ ഒരു വലിയച്ഛൻ സുഹുലയുടെ ഏരിയയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷയായിട്ട് പിന്നെ സ്കൂളിൽ പഠനമൊന്നുമില്ലാണ്ട് അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷയായിട്ട് ഒരു 3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് 10-ാം ക്ലാസ് ആദ്യത്തെ തവണ ടൈമിൽ ജയിച്ചിട്ടൊന്നുമില്ല. പിന്നെ എഴുതിയത് പാസ്സായി. അതിനുശേഷം ഏട്ടന്മാർ പറഞ്ഞു, താനേ ഈ കോളേജിലൊന്നും പോകണ്ട, തനിക്ക് അതൊന്നും പറ്റുന്നു പോകണില്ല. ഡ്രോയിങ് പടം വര ഉണ്ടായിരുന്നു, അത് പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആലുവയിൽ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആലുവയിൽ പ്രതിഭ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കണ്ണൻ മാഷൊക്കെയാണ് പഠിപ്പിച്ചത്. അവിടെ പോയിട്ട് ഡ്രോയിങ് പഠിക്കൽ ഒരു 3-4 കൊല്ലം ആയിട്ട് അങ്ങനെ തുടർന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഏട്ടൻ ഒരു ദേവസ്വം ബോർഡിൽ ശാന്തിയുള്ള ആളായിരുന്നു. ആൾക്ക് അതൊരു ചെറിയ ക്ഷേത്രമാണ്. ഈ കാലടിയിൽ മാണിക്യമംഗലം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ്. ആ മാണിക്യമംഗലം ക്ഷേത്രത്തിൽ രാവിലെ മാത്രം പൂജ ചെയ്യാം. ഇവിടുന്ന് 7:15 ബസ്സിനൊക്കെ പോയാൽ മതിയായിരുന്നു. അവിടെ അങ്ങനെ ചെയ്തിരുന്നു.
ദേവസ്വം ബോർഡാണ്. അവിടുത്തെ ഒരു 18 മാസത്തോളം അവിടെ ശാന്തി ചെയ്തു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരൊക്കെ പറഞ്ഞു ഒരു 2000 രൂപയൊക്കെ കൊടുത്ത് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഇത് ജോലി സ്ഥിരമായിട്ട് കിട്ടും. ഗവൺമെൻറ് ജോലിയല്ലേ, അത് കളയേണ്ട നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. അത് നമ്മൾ കുട്ടിക്കാലത്ത് കടന്നുവരുന്ന അമ്പലത്തിൻ്റെ ചിട്ടയൊന്നുമല്ല ദേവസ്വം ബോർഡിലേക്ക് ആകുമ്പോൾ. അത് ഇങ്ങനൊരു പൊതുവൊരു സർക്കാർ സ്ഥാപനം പോലെ ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലുള്ള ഭരണവും. അതുകാരണം നമുക്ക് അതൊരു മനസ്സിന് തൃപ്തിയൊന്നും ആയിരുന്നില്ല. ഞാൻ പിന്നെ ഈ സ്ഥിരമാനം നോക്കിയൊന്നുമില്ല. സ്ഥിരമായി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ വരും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ അകന്ന് നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. കാരണന്മാരൊക്കെ ഉണ്ടായി. ഇതൊരു കൂട്ടുകുടുംബം പോലെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ മാത്രം ഇവിടെ, അച്ഛനും വലിയച്ഛനും നമ്പൂതിരിമാരുടെ ചരിത്രം പറഞ്ഞുതരാം. മൂത്ത മകൻ മാത്രമേ ഈ സ്വജാതിന്ന് വിവാഹം ചെയ്യുള്ളൂ. പിന്നെ ഉള്ളവരെല്ലാവരും പുറമേയുള്ള സവർണ ഹിന്ദുക്കളുടെ വീട്ടിൽ സംബന്ധം എന്നതിന് പറയാം, അവിടെ പോയി കല്യാണം കഴിച്ച് അങ്ങനെയാണ് അവരുടെ കാലം. അപ്പോൾ അന്നത്തെ ഇത് ഈ അച്ഛൻ്റെ സ്വത്തിന് ഈ സംബന്ധം കഴിച്ചുള്ള കുട്ടികൾക്ക് അച്ഛൻ്റെ സ്വത്തിന് അവകാശമൊന്നുമില്ല. അവരുടെ ആ കുടുംബത്തിലുള്ള സ്വത്ത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനയുടെ സ്വത്ത് അനങ്ങില്ല, അതങ്ങനെ കിടക്കും കാലാകാലങ്ങൾ. അപ്പോൾ ഒരാൾ മാത്രം വിവാഹം ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ നാല് വീടുകളിലോ അങ്ങനെയുള്ള ക്ഷാരങ്ങളിലൊക്കെ കല്യാണം കഴിക്കുക, അവരവിടെ താമസിക്കുക. ഭക്ഷണം കഴിക്കാനൊക്കെ കൂടെ വരും. അങ്ങനെ ഉള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ വലിയച്ഛനും പിന്നെ എൻ്റെ അച്ഛനൊക്കെ ആയപ്പോഴേക്കും അന്ന് യോഗക്ഷേമ സഭ എന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴയ കുറേ അനാചാരങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ എതിരെ അന്നത്തെ യുവാക്കൾ ഇറങ്ങിയിട്ടാണ് നമ്പൂതിരിമാർ ഒരു സാമാന്യ മനുഷ്യന്മാർ ജീവിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ലഭിക്കാൻ തുടങ്ങിയത്. അവരുടെയൊക്കെ പ്രവർത്തനം വീട്ടി വട്ടതിരിപ്പാട്, പ്രേംജി എന്ന് പറഞ്ഞ അദ്ദേഹം സിനിമയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ പ്രേംജി, അങ്ങനെയുള്ള ചെറുപ്പക്കാർ, അങ്ങനെയുള്ള EMS ഒക്കെ ആ ടീമിൽ പെട്ടവരാണ്. അങ്ങനെ അതിനുശേഷം അവരുടെ ആ ഇത് വിജയിച്ചു. അന്ന് നാടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന് പറഞ്ഞ നാടകം വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ, അതൊരു സാമൂഹ്യ പരിഷ്കാരം വരുത്തിയ നാടകമായിരുന്നു. അതിനുശേഷം ചെറുപ്പക്കാരിലായിരുന്നു സ്കൂളിലും അങ്ങനെ ഒരു പുറമേ ഉള്ളവരായിട്ട് ഇറങ്ങി പരിചയമായി. അല്ലെങ്കിൽ എല്ലാവരും അകത്ത് തന്നെ ഉള്ളൂ. സ്ത്രീകളൊക്കെ അകത്തുള്ള ആളെന്നാ പറയുക, അകത്ത് നിന്ന് പുറത്തേക്ക് വരില്ല. എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ വരുള്ളൂ. പുറം ലോകമായിട്ട് ഈ ഇവിടെ വരുന്ന ആളുകളെ കാണുന്നതല്ലാണ്ട് പുറത്ത് പോയിട്ട് കാണുന്നില്ല. സിനിമയ്ക്ക് പോലും തന്നെ വലിയ എതിർപ്പായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഈ വസ്ത്രങ്ങൾ ഒരു മുണ്ട് പുതക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലൗസ് ഒന്നും ഇട്ടായിരുന്നില്ല. മുത്തച്ഛൻ്റെ അനിയനൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര എതിർപ്പായിരുന്നു അതിനൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി പറഞ്ഞു, ഏട്ടാ അതൊന്നും നോക്കണ്ട, ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ആയി തുടങ്ങിയത്. അവർ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെയാണ് ഇവരൊക്കെ ബ്ലൗസ് ഇടാൻ തുടങ്ങിയത്, പരിഷ്കാരം വേഷം തുടങ്ങിയത്, ഇപ്പോൾ സാരിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ മുണ്ടൊക്കെ പൊതിച്ച് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അങ്ങനെയായിരുന്നു. യാത്രകൾക്കൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അതിന് ശേഷം ജന്മഭൂമി പത്രത്തിൽ അത് ഒരു പുതിയ എഡീഷനൊക്കെ ആയിട്ട് തുടങ്ങി. ആധുനിക സംവിധാനത്തിൽ മലയാളത്തിൽ ആദ്യത്തെ ഈ ടൈപ്പ് ചെയ്ത DTP ഒക്കെ ഉണ്ടല്ലോ, DTP മലയാളം ലിപിയൊക്കെ വന്ന ആദ്യത്തെ പത്രം ജന്മഭൂമിയാണ്. ആ ജന്മഭൂമിയിൽ അന്ന് ആളെ എടുക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആർട്ടിസ്റ്റായിട്ട് കയറി. അന്ന് ലേ ഔട്ട് എന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ വരയ്ക്കാനൊക്കെ കുറേശ്ശെ ഈ ആഴ്ചയിൽ ഞായറാഴ്ച പതിപ്പിൽ മാത്രം കുറച്ച് വരയ്ക്കാൻ പറ്റും. പിന്നെ വാർഷിക പതിപ്പിൽ എന്തെങ്കിലും കഥകൾക്കൊക്കെ വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കാനുള്ള മോഹത്തിൽ അങ്ങനെ അവിടെ ചേർന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേ ഈ ആർട്ടിസ്റ്റുകൾ കൂടുതലായിരുന്നു. അപ്പോൾ അതിൽ പ്രൂഫ് റീഡിങ്ങിന് ആൾ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അക്ഷരമൊക്കെ ആയിട്ടുള്ള അടുപ്പുകൾ കാരണം താൻ പ്രൂഫ് റീഡിങ്ങിൽ പൊക്കോളൂ എന്ന് പറയുന്നത് VM കോറത്ത് എന്ന് പറഞ്ഞ മലയാളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള പത്രാധിപരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടുകൂടി അങ്ങനെ കുമ്മനൻ, രാജശേഖരൻ അവരൊക്കെയായിരുന്നു ജന്മഭൂമി കൊണ്ടുനടന്നിരുന്നത്. അങ്ങനെ ഞാൻ പ്രൂഫ് റീഡറായി. പിന്നെ ഈ എഴുത്തൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ധാരാളം പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, കവിതകൾ എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്. അങ്ങനെ അതിൽ ഒരു 10
32 വർഷം വർക്ക് ചെയ്തു. ഇപ്പോൾ റിട്ടയർ ലൈഫാണ്. ഞാൻ പത്തനംതിട്ടയിലും ശബരിമല വിഷയം നടക്കുന്ന കാലത്തൊക്കെ പത്തനംതിട്ടയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ശബരിമല വിഷയം നടക്കുന്ന കാലത്ത് പത്തനംതിട്ടയിലായിരുന്നു. പിന്നീട് തൃശ്ശൂരുണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് വിരമിച്ചത്. കൊച്ചിയിലായിരുന്നു ഭൂരിഭാഗം സമയം. സബ് എഡിറ്ററായിട്ട് മാറി.